ആഫ്രിക്കൻ രാജ്യമായ ടാൻസാനിയയിൽ കുടിവെള്ളം കിട്ടാത്ത ഗ്രാമങ്ങളിൽ കിണറുകൾ നിർമ്മിച്ചു നൽകി മലയാളി യൂട്യൂബർ ദിൽഷാദ്. ഇതുവരെ 7 കിണറുകളാണ് ആഫ്രിക്കൻ രാജ്യങ്ങളിലെ പാവങ്ങൾക്കായി ദിൽഷാദും യാത്രാ ടുഡേ സംഘവും നിർമ്മിച്ചത്. കുടിവെള്ളം നൽകിയ കൈകൾക്ക് കുരുന്നുകളുടെ സ്നേഹചുംബനം. പഠിക്കേണ്ട സമയം മാറ്റിവെച്ച് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് വെള്ളം കൊണ്ടുവന്നാണ് ടാൻസാനിയയിലെ ഈ കുട്ടികൾ സ്കൂളിലെ അത്യാവശ്യ കാര്യങ്ങൾ നിർവഹിച്ചിരുന്നത്. ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത നാടിന് കിണർ നിർമ്മിക്കാനുള്ള ശേഷിയില്ലെന്ന് മനസ്സിലാക്കിയാണ് ദിൽഷാദും കൂട്ടരും 1.5 ലക്ഷം മുടക്കി കിണർ പണിതത്. 2021 യാത്രാ ടുഡേ എന്ന യൂട്യൂബ് ചാനലിന്റെ ഭാഗമായി കേരളത്തിൽ നിന്ന് ആഫ്രിക്കയിലേക്കുള്ള സഞ്ചാരത്തിനിടെയാണ് കണ്ണു നനയിക്കുന്ന കാഴ്ചകൾക്ക് ദിൽഷാദ് സാക്ഷിയായത്. ചെറുതെങ്കിലും പരിഹാരം കാണണമെന്ന ആഗ്രഹവുമായി കഴിഞ്ഞ വർഷം തന്റെ താർ ജീപ്പിൽ യാത്ര വീണ്ടും തുടങ്ങി. കടന്നുപോകുന്ന വഴികളിലെല്ലാം സ്നേഹത്തിന്റെ കുടിനീർ സമ്മാനിച്ചു. ഇന്നവർക്ക് വറ്റാൻ സാധ്യതയില്ലാത്ത വലിയൊരു കിണറുണ്ട്. ഇനി മുതൽ അവർക്ക് കയ്യെത്തും ദൂരത്ത് വെള്ളമുണ്ടാകും. വെള്ളമുള്ള കാലത്തോളം സ്നേഹവും. കെനിയയിലെ മോംബാസയിലാണ് ആദ്യത്തെ കിണർ നിർമ്മിച്ചു നൽകിയത്. ടാൻസാനിയയിലെ ദാറുസലാം പ്രവിശ്യയിൽ കുടിക്കാൻ വെള്ളമില്ലാത്ത 40ഓളം വീടുകളുള്ള മുസോങ്ക. വേനലിന്റെ ആരംഭമായാൽ ഗ്രാമത്തിലാകെയുള്ള 3 ചെറിയ കിണറുകളും വറ്റിപ്പോകുന്ന പടിഞ്ഞാറൻ ടാൻസാനിയയിലെ മക്കാസി, മാപ്പിയ എന്നീ ഗ്രാമങ്ങളിലാണ് കിണറുകളുടെ നിർമ്മാണം പൂർത്തിയായത്. ഇതുവരെ 7 കിണറുകളാണ് ടാൻസാനിയയിലും കെനിയയിലുമായി നിർമ്മിച്ചത്. 10 കിണറുകൾ പൂർത്തിയാക്കുകയാണ് ദിൽഷാദിന്റെ ലക്ഷ്യം. യൂട്യൂബിൽ നിന്നുള്ള വരുമാനവും സ്പോൺസർമാർ നൽകുന്ന പണവും ഉപയോഗിച്ചാണ് കിണർ നിർമ്മാണം. 2 വർഷങ്ങൾ കൊണ്ട് ഇന്ത്യ, ആഫ്രിക്ക, യൂറോപ്പ് എന്നീ 3 ഭൂഖണ്ഡങ്ങളിലൂടെ 60 രാജ്യങ്ങൾ പൂർത്തിയാക്കുന്ന ദിൽഷാദിന്റെ യാത്ര തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.